അപ്പോൾ ഈ ഒരു ഹോം സ്റ്റേയിലെ മെയിൻ ഫെസിലിറ്റീസും അതേപോലെ തന്നെ മറ്റ് ആക്ടിവിറ്റീസും നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. ഇനി അത് കാണാതെ ഈ വീഡിയോ ആണ് നിങ്ങൾ ആദ്യം കാണുന്നതെങ്കിൽ ഐ ബട്ടണിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. ആ വീഡിയോ കണ്ട ശേഷം ഇത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാവും. ഇപ്പോൾ ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ഫ്രണ്ട് സൈഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അത്യാവശ്യം നല്ലൊരു വരാന്തയും അതുപോലെ തന്നെ ഫ്രണ്ട് സൈഡിൽ ചെറിയൊരു ഗാർഡൻ, ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയ ബെഞ്ചും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ റൂമിലേക്കാണ്. നമ്മൾ റൂമിൻ്റെ ഉള്ളിലേക്ക് കയറി വരുന്ന സ്ഥലത്ത് തന്നെ ഈ ഭാഗത്തായിട്ടാണ് അവർ ബാത്റൂം കൊടുത്തിട്ടുള്ളത്. ബെഡിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമും അതേപോലെ തന്നെ ബെഡും കാര്യങ്ങളൊക്കെ വളരെ പ്രോപ്പറായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ റൂം നോൺ AC റൂംസാണ്, ഫാനാണ് അതിന് പകരം അവർ കൊടുത്തിട്ടുള്ളത്. ബെഡിൻ്റെ രണ്ട് വശങ്ങളിലായിട്ട് 2 മിനി ടേബിളും അതിനോട് ചേർന്ന് ചാർജിങ് പോയിൻറ്റും കൊടുത്തത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഈ ഒരു സൈഡിൽ ഭാഗത്തായിട്ട് ചെറിയൊരു വർക്കിംഗ് സ്പേസ്, നിങ്ങൾക്ക് ലാപ്ടോപ്പ് വർക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ വൈഫൈയും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് ഈ വർക്ക് ഫ്രം ഹോം ഉള്ളവർക്ക് എന്തെങ്കിലും കുറച്ചുകൂടെ അത് ഹെൽപ്ഫുള്ളായിരിക്കും. റൂമിലുള്ള മറ്റ് ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് ഈ ഭാഗത്തായിട്ട് ഒരു ചെറിയ മിനി ടേബിളും 2 ചെയറും കൊടുത്തിരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ റൂമിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ടെലിവിഷൻ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ബെഡിൽ കിടന്നുകൊണ്ട് TV കാണാൻ പറ്റുന്ന രീതിയിലാണ് അത് കൊടുത്തിട്ടുള്ളത്. ഈ റൂമിൻ്റെ മറ്റൊരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഗ്ലാസ് വിൻഡോ ആണ്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ പുറത്തുള്ള നല്ല മൗണ്ടൻ വ്യൂസൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇവിടുത്തെ ബാൽക്കണി ഏരിയ. അത്യാവശ്യം നല്ല ലാർജ് സ്പേസ് ഉള്ളൊരു ബാൽക്കണിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ഗ്രൂപ്പൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ അത്രയും പേർക്ക് ഇരുന്ന് ഇവിടുത്തെ ഈ ഒരു മൗണ്ടൻ വ്യൂവും ഈ ഒരു ഫോറസ്റ്റ് ആംബിയൻസും നല്ല കാറ്റൊക്കെ എൻജോയ് ചെയ്തിരിക്കാൻ പറ്റും. പിന്നെ സൺറൈസിൻ്റെ സമയമാണെങ്കിൽ പറയണ്ട, അത്രയും നല്ലൊരു അടിപൊളി ഒരു കാഴ്ചകൾ നിങ്ങൾക്ക് ഇവിടുന്ന് ആസ്വദിക്കാൻ പറ്റും. നേരെ ഫ്രണ്ടിൽ ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഫ്രണ്ട് സൈഡിൽ ലെഫ്റ്റ് സൈഡ് ഭാഗത്താണ് തമിഴ്നാടിൻ്റെ അതിർത്തി വരുന്നത്, റൈറ്റ് സൈഡിൽ നമ്മുടെ നിലമ്പൂർ ആ ഒരു അതിർത്തിയാണ് വരുന്നത്. റൂമിൽ ജസ്റ്റ് ബാത്റൂം കൂടെ ഒന്ന് കാണിച്ചു തരാം. ബാത്റൂം ആവശ്യത്തിനുള്ള സ്പേസ് ഉണ്ട്, അതുപോലെ തന്നെ വളരെ ക്ലീൻ ആയിട്ടും നീറ്റായിട്ടും അവർ സൂക്ഷിച്ചിട്ടുണ്ട്. പിന്നെ സൈഡിലായിട്ട് വാഷ് ബേസും അതേപോലെ തന്നെ മിററൊക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാം വളരെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യത്തെ റൂം ഇവിടെ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ രണ്ടാമത്തെ റൂമിലേക്ക് പോവാം. ഇവിടെ ചെറിയൊരു ബാൽക്കണിയൊക്കെ വരുന്നുണ്ട് കേട്ടോ ഈ ഒരു സൈഡിലായിട്ട്. രണ്ടാമത്തെ റൂമിലേക്ക് വരുമ്പോഴും ആദ്യത്തെ റൂമിൽ കണ്ടിരിക്കുന്ന പോലെ തന്നെ സെയിം ഫെസിലിറ്റീസാണ്. ഈ ഭാഗത്തായിട്ട് ബാത്റൂം കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ബെഡ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ബെഡിൻ്റെ സൈഡിലായിട്ട് തന്നെ കബോർഡും കൊടുത്തിട്ടുണ്ട്, ലഗേജസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ സൂക്ഷിക്കാം. പിന്നെ മിനി ടേബിൾസും അതേപോലെ തന്നെ ചാർജിങ് പോയിൻറ്റ്, നിങ്ങൾക്ക് എന്തെങ്കിലും ലാപ്ടോപ്പ് വർക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള ഒരു ചെറിയ സ്പേസ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഇവിടെയായിട്ട് തന്നെ അവർ 2 ചെയറും അതേപോലെ തന്നെ ഒരു മിനി ടേബിളും കൂടി അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ റൂം നോൺ AC റൂംസാണ്, അതിന് പകരം അവർ ഫാനാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു റൂമിൽ ബെഡിന് നേരെ ഓപ്പോസിറ്റായിട്ട് തന്നെ ടെലിവിഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാ റൂംസിലും വൈഫൈ അവൈലബിൾ ആണ് കേട്ടോ, ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. പിന്നെ അതേപോലെ തന്നെ റൂംസിൽ അവർ വേസ്റ്റ് ബിന്നും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വേസ്റ്റും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് അതിൽ തന്നെ കൊണ്ടുപോയിട്ട് ഇടുക. പിന്നെ നേരത്തെ റൂം കണ്ടതുപോലെ തന്നെ ഇവിടെയും ഈ ഒരു ഗ്ലാസ് വിൻഡോയും അതേപോലത്തെ പുറത്തുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബാൽക്കണി കൂടെ ഒന്ന് സെറ്റ് ചെയ്താൽ. ഈ ഒരു ബാൽക്കണിക്കും ആദ്യം കണ്ടിരിക്കുന്നത് പോലെ തന്നെ അതേ സ്പേസ് തന്നെയാണ് ഈ ഒരു ബാൽക്കണിക്കുള്ളത്. ഗ്രൂപ്പൊക്കെ ആയിട്ട് വരുമ്പോൾ അത്രയും പേർക്ക് ഇവിടെ ഇരിക്കാനും ചുറ്റും ഇരുന്ന് തമാശകളൊക്കെ പറയാനുള്ളൊരു സ്പേസ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഇവിടുത്തെ മറ്റൊരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് ആദ്യം കണ്ട കോട്ടേജിൽ നിന്നും കുറച്ചുകൂടെ കൂടുതലായിട്ട് കാഴ്ചകൾ നമുക്ക് ഇവിടുന്ന് ആസ്വദിക്കാൻ പറ്റും. അങ്ങനെ ഒരു ബാൽക്കണിയാണ് ഈ ഭാഗത്ത് വരുന്നത്. ഇവിടെ എപ്പോഴും നല്ല തണുത്ത കാറ്റാണ് കേട്ടോ, അതുപോലെ തന്നെ ചൂടൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ റൂമിൽ കൊടുത്തിരിക്കുന്ന ടോട്ടൽ ഫെസിലിറ്റീസ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഒരു ചെറിയൊരു റൂമും കൂടെ വരുന്നുണ്ട്, ഞാൻ അതും കൂടെ കാണിച്ചു തരാം. രണ്ടാമത്തെ റൂം വരുന്നത് ഇവിടുത്തെ ഡൈനിങ് ഏരിയയുടെ തൊട്ടപ്പുറത്തായിട്ടാണ് കേട്ടോ. ഈ ഒരു മൂന്നാമത്തെ റൂം ആദ്യത്തെ 2 റൂമുകളെയും കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ കുറച്ച് ചെറുതാണ്. 2 പേർക്ക് ഈ ഒരു ബെഡിൽ കിടക്കാനുള്ളൊരു സ്പേസും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കൂടുതൽ മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ എക്സ്ട്രാ ബെഡും കൂടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ ഒരു ഏരിയയിൽ എല്ലാ സ്ഥലത്തും വൈഫൈയും കൂടെ അവൈലബിൾ ആണ്. ഈ റൂമിൽ ഇവിടെ ഒരു മിനി ടേബിളും ചെയറും അതേപോലെ തന്നെ കബോർഡും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ലഗേജും കാര്യങ്ങളൊക്കെ അതിൽ വെക്കാം. പിന്നെ വേസ്റ്റ് ബിന്നും കൂടെ ഈ ഒരു റൂമിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേസ്റ്റും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് അതിൽ തന്നെ ഇടുക. ഇത്രയും ഫെസിലിറ്റീസാണ് ഈ ഒരു മൂന്നാമത്തെ റൂമിൽ അവർ മൊത്തത്തിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഹോം സ്റ്റേയിലെ 3 ബെഡ്റൂമുകളും കൃത്യമായിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീഡിയോ ഒന്നും കൂടെ വാച്ച് ചെയ്യുക. പിന്നെ വീഡിയോ ലെങ്ത് ആയിരിക്കും, ഞങ്ങളോട് ക്ഷമിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പേയ്മെൻറ്റ് കൊടുത്തിട്ട് ബുക്ക് ചെയ്യുന്ന ഒരു സ്ഥലത്തിലെ എല്ലാ ഫെസിലിറ്റീസും അതുപോലെ തന്നെ എന്തെങ്കിലും ഇല്ലായ്മകളോ ഉണ്ടെങ്കിൽ നിങ്ങൾ പൂർണ്ണമായിട്ട് അത് മനസ്സിലാക്കണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണുക, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ബുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് പോകാം.
നിങ്ങൾക്ക് ഇവിടെ കപ്പിൾസായിട്ടും ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടും ഒക്കെ ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും. സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ ഇവിടെ പ്രൈവറ്റ് ആയിട്ടാണ് അവർ കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ ബുക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പിലേക്ക് ഈ ഒരു വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുക്കുകയും താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പിലേക്ക് നിങ്ങൾ എത്ര മെമ്പേഴ്സ് ഉണ്ട്, അഡൽട്ട്, കിഡ്സ്, അവരുടെ എണ്ണവും പ്രായവും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും നല്ല പ്രൈസിൽ തന്നെ ബുക്ക് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസും ഞങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ വയനാട്ടിലെ തന്നെ ഇതുപോലെ സെലക്ട് ചെയ്തിട്ടുള്ള ഏറ്റവും നല്ല റിസോർട്ടുകൾ കണ്ടുപിടിക്കുകയും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇതേപോലെ തന്നെ റിവ്യൂ ചെയ്യുകയും ചെയ്യുന്നതായിരിക്കും. പിന്നെ ഞങ്ങൾ റിവ്യൂ ചെയ്യുന്നതിൻ്റെ മെയിൻ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യുന്ന സമയത്ത് കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാവാതെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ധൈര്യത്തിൽ വന്ന് സ്റ്റേ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റീസാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കുന്നത്. പിന്നെ ഓൾറെഡി ഇവിടെ വന്ന് കംപ്ലീറ്റ് കാര്യങ്ങളും ഇൻസ്പെക്ഷൻ ചെയ്ത ശേഷമാണ് ഞങ്ങളിവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് റിവ്യൂസ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല റിസോർട്ടുകളുമായിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.